ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പാലപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുഖ്യ പ്രവേശന നടയിലേക്കുള്ള പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പാലപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മുഖ്യ പ്രവേശന നടയിലേക്കുള്ള പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം നഗരസഭ മുൻ കൗൺസിലറും BJP നേതാവുമായ S. ഗംഗാധരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭ 21-ാം വാർഡ് കൗൺസിലർ അനിത, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലപ്പുറം തെരുവ് വാർഡിന്റെ മുൻ കൗൺസിലറും നിലവിൽ വില്ലൻചേറ വാർഡ് കൗൺസിലറുമായ അനിതയുടെയും ക്ഷേത്ര പരിപാലന സമിതിയുടെയും സംയുക്ത പരിശ്രമ ഫലമായിട്ടാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 70 മീറ്റർ നീളമുള്ള റോഡാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 1,45,000 രൂപ മുതൽ മുടക്കിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഭക്തജനങ്ങൾ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി സമീപിച്ചപ്പോൾ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്ന് അനിത വ്യക്തമാക്കി. വിവിധ എതിർപ്പുകളും സാങ്കേതിക തടസ്സങ്ങളും മറികടന്ന് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ സാങ്കേതിക കാരണങ്ങളാൽ റോഡ് നിർമ്മാണം നേരത്തെ സാധ്യമായിരുന്നില്ലെങ്കിലും സ്ഥിതിഗതികൾ മനസ്സിലാക്കി പ്രദേശവാസികളും ഭക്തജനങ്ങളും ചെറുതും വലുതുമായ തുകകൾ നൽകി സഹകരിച്ചതുകൊണ്ടാണ് പ്രവൃത്തി വിജയകരമായി പൂർത്തിയാക്കാൻ വഴിയൊരുക്കിയതെന്നും അനിത പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഞാൻ 5 വർഷം നയിച്ച ഒരു വാർഡായിരുന്നു പാലപ്പുറം തെരുവ് വാർഡ്. അതിൽ നമുക്ക് ഏകദേശം നമ്മൾ ഇറങ്ങാവുന്ന സമയത്താണ് നമുക്ക് ഇവിടുത്തെ കുറച്ച് ഭക്തരുടെ ഒരു ആവശ്യം നമ്മളോട് അവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കടമ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് ഒരു 70 മീറ്റർ റോഡിൻ്റെ ആവശ്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിറകു വശത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അപ്പോൾ അതൊരു വർക്ക് സാങ്കേതികമായ പല വിഷയങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത് വേറൊന്നും ചെയ്യാൻ മുനിസിപ്പൽ ഫണ്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് അവർ ആവശ്യപ്പെടുകയും അപ്പോൾ അത് നമ്മൾ പരമാവധി ശ്രമിക്കാം. പൊതുവെ ഭക്തജനങ്ങളുടെ ഒരു സഹായത്തോടു കൂടി നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇപ്പോൾ ചെറുതും വലുതുമായ തുകകൾ ഓരോരുത്തർ ഒരുപാട് നല്ല മനസ്സുകൾ നമുക്ക് തന്ന് സഹായിച്ച് നല്ല രീതിയിൽ ഇതുവരെ എത്തിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പാലം നഗരസഭയിൽ കഴിഞ്ഞ പാലപ്പുറം വാർഡിലെ കൗൺസിലറായിരുന്നതിൽ ഒരു വർക്കും കൂടി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.